പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷാവസ്ഥ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതായി അന്താരാഷ്ട്ര രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നീണ്ടുനിന്ന നയതന്ത്ര സംഘർഷത്തിനും സൈനിക ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ ഒരു സമാധാനപരമായ പരിഹാരമുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലാണെന്ന് വെളിപ്പെടുത്തിയത്. സമാധാനത്തിന് വീണ്ടും വലിയ യുദ്ധത്തിനും ഒരുപോലെ സാധ്യതയുള്ള അതീവ സൂക്ഷ്മമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ടു പോകുന്നത് ും അദ്ദേഹം വ്യക്തമാക്കി. ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി പറഞ്ഞത്. 3 മാസത്തോളമായി തുടരുന്ന സൈനിക സംഘർഷത്തിനും അതിനോടനുബന്ധിച്ച രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും അവസാനമിടുന്ന തരത്തിലുള്ള സമാധാന കരാറിലേക്കാണ് ചർച്ചകൾ അതിവേഗം നീങ്ങുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ കരാർ വിജയകരമായി നടപ്പിലായാൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും ആഗോള എണ്ണ വിപണിയിലും വ്യാപാര മേഖലയിലും സ്ഥിരത കൈവരുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ആവശ്യപ്പെടുന്ന സുരക്ഷാ വ്യവസ്ഥകൾ മുഴുവൻ അംഗീകരിച്ചാൽ മാത്രമേ അന്തിമ കരാറിൽ ഒപ്പുവെക്കൂ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ നിർണായക മധ്യസ്ഥ വേഷം വഹിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകളിൽ അനുകൂല പുരോഗതി ഉണ്ടാകുന്നുണ്ടെന്ന് അമേരിക്കയും ഇറാനും പരസ്യമായി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. നിലവിൽ ചർച്ചയിലുള്ളത് ഒരു പ്രാഥമിക രൂപരേഖ മാത്രമാണെന്നും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് തങ്ങളുടെ ആദ്യ പരിഗണനയെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനെതിരായ അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചയിലെ മറ്റൊരു നിർണായക വിഷയം. എണ്ണ കയറ്റുമതി, ബാങ്കിംഗ് ഇടപാടുകൾ, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയെ ബാധിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായോ ഘട്ടം ഘട്ടമായോ പിൻവലിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. അതേസമയം ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ ചർച്ചകൾ അടുത്ത 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നടക്കൂ എന്നും ഇറാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കരാർ നടപ്പാക്കുന്നതിന് മുൻപ് നിരവധി സാങ്കേതികവും സുരക്ഷാ സംബന്ധവുമായ വിഷയങ്ങളിൽ വ്യക്തത വേണമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ലോക വ്യാപാരത്തിനും ഊർജ്ജ മേഖലയ്ക്കും അത്യന്തം നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവിയും ഈ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. ആഗോള എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഈ കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി തുറക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചത്. എന്നാൽ ഹോർമൂസ് വിഷയത്തിൽ ഇതുവരെ അന്തിമ ധാരണയായിട്ടില്ലെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ ആഗോള എണ്ണവിലയിൽ വീണ്ടും വലിയ അസ്ഥിരത ഉണ്ടാകുമെന്ന ആശങ്ക വിപണികളിലുണ്ട്. അതേസമയം നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടികൾ ആരംഭിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും ട്രംപ് നൽകി. കരാർ ഒപ്പിടാതിരുന്നാൽ ഇറാൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ സൈനിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞായറാഴ്ച തന്റെ ദേശീയ സുരക്ഷാ ഉപദേശകരുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാമെന്നും അദ്ദേഹം മറ്റൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചു. അമേരിക്കൻ സൈനിക സജ്ജീകരണങ്ങൾ ഇതിനോടകം ഗൾഫ് മേഖലയിൽ ശക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. 6 ആഴ്ചകൾക്ക് മുൻപ് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലിന് ശേഷം അമേരിക്ക ഇരട്ട നയമാണ് പിന്തുടരുന്നതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ മറുവശത്ത് സൈനിക സമ്മർദ്ദവും ശക്തമായി നിലനിർത്തുകയാണ് അമേരിക്ക. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളും സജീവ ഇടപെടലുകളാണ് നടത്തുന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ട്രംപ് ശനിയാഴ്ച ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കാൻ സമാധാന കരാർ അനിവാര്യമാണെന്ന് ഈ രാജ്യങ്ങൾ അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കരാർ ഒപ്പുവെക്കാനായാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൂടുതൽ വിശദമായി നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുമെന്നും പശ്ചിമേഷ്യയിൽ ദീർഘകാല സമാധാനത്തിന് വഴിയൊരുങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും വ്യാപകമായ വ്യോമാക്രമണങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ലോക സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ മേഖലയെയും നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലെ തീരുമാനങ്ങൾ അതീവ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.